ഈ പെൺമക്കളൊക്കെ ഉള്ള അച്ഛനമ്മമാർക്ക് ഇപ്പോൾ ഭയങ്കര ആശങ്കയാണ്, പ്രത്യേകിച്ച് കല്യാണപ്രായം എത്തി നിൽക്കുന്ന പെൺമക്കളൊക്കെ ഉള്ള. ഈ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റമൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീധനം കൊടുക്കുന്നതിന് വലിയ കുറവൊന്നുമില്ല. തിരുവനന്തപുരം സൈഡിലൊക്കെ ആണെങ്കിൽ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കണം, എത്ര പവനെന്നൊന്നുമില്ല. ഇപ്പോൾ 25, 30, 50 അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ പാവപ്പെട്ട രക്ഷിതാക്കളുണ്ടല്ലോ, സാധാരണക്കാർ, മിഡിൽ ക്ലാസ്സുകാർ, അവർക്കൊന്നും ഒരു പവൻ പോലും ചിലപ്പോൾ വാങ്ങാൻ ശേഷിയുള്ളവരായിരിക്കില്ല. കാരണം പവൻ്റെ വിലയൊക്കെ ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ റോക്കറ്റ് കുതിക്കും പോലെ കുതിക്കുകയാണ്. ഇന്ന് പറയുന്നതല്ല അടുത്ത നിമിഷം നമ്മൾ കേൾക്കുന്നത്. ഇതെങ്ങോട്ടാണ് ഈ പോക്ക് പോകുന്നത്? അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഈ സ്വർണം കല്യാണം അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നതിനോട് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റില്ല. മിനിമം ഒരു കെട്ടുതാലി വാങ്ങിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇപ്പോൾ ഈ സ്ത്രീധനം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അവിടെ ഈ പവൻ കണക്കിന് സ്ത്രീധനം കൊടുക്കുന്ന അതിസമ്പന്നന്മാരുടെ ആ ഒരു കാറ്റഗറിയിൽ മാത്രമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. ഈ മിഡിൽ ക്ലാസ്സുകാരൊക്കെ പവൻ്റെ ആ ഒരു പരിപാടി നിർത്തിയിട്ട് ഇത്ര ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങുക, ആ ഒരു രീതിയിലോട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ പറ്റുള്ളൂ. കാര്യം സ്വർണത്തിൻ്റെ വില വല്ലാണ്ട് കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ മറ്റൊരു സാധ്യത, ഈ സ്വർണത്തെ ഒരു നല്ല നിക്ഷേപമായിട്ട് കാണുന്നവർക്ക് ചാകരക്കാലമാണ്. കാരണം സ്വർണം ഇങ്ങനെ ഓരോ ദിവസം ചേർന്നവരും കൂടുന്നതല്ലാണ്ട് കുറയുന്ന ലക്ഷണമൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് അതിന് കുറച്ചുകൂടി ഒരു തള്ളു കൊടുത്തിരിക്കുകയാണ്. ഇതിലും പണിയുന്ന ട്രംപാണ്. അതായത് അമേരിക്കൻ വിപണിയാണ് മൊത്തത്തിൽ ലോക വിപണിയെ മൊത്തത്തിൽ സ്വാധീനിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അമേരിക്കൻ വിപണിയിൽ സ്വർണത്തിൻ്റെ വില കൂടിയാൽ സ്വാഭാവികമായിട്ട് മറ്റ് അന്താരാഷ്ട്ര വിപണികളിൽ, നമ്മുടെ പ്രാദേശിക വിപണികളിലൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്നുള്ള വാസ്തവമാണ്. അതായത് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, സ്വർണത്തിന് പവന് റെക്കോർഡ് വില എത്തിയെന്നുള്ളതാണ്. അത് അന്ന് പവൻ്റെ വില 75,200 രൂപ, ഏതാണ്ട് 3/4 ലക്ഷവും കടന്നു സ്വർണത്തിൻ്റെ വില. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ സ്വർണത്തിൻ്റെ വില ഒടുവിൽ കിട്ടിയ വിവരം അനുസരിച്ച് 75,760. അതായത് റെക്കോർഡ് വിലയും കഴിഞ്ഞും വീണ്ടും മുന്നേറി. കൃത്യമായി പറഞ്ഞാൽ 1 ഗ്രാമിന് 9,470 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. ഒരു പവൻ, 1 ഗ്രാം, 1 ഗ്രാമിന് 9,470. അങ്ങനെ 8 ഗ്രാം ചേരുമ്പോഴാണല്ലോ ഒരു പവൻ. അങ്ങനെ ഒരു പവൻ 75,760 രൂപയ്ക്ക് അടുത്ത് ഉണ്ട്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞില്ല. നമ്മളിത് സ്വർണത്തിൻ്റെ വിലയാണ്. നമ്മൾ ആഭരണമായിട്ട് വാങ്ങുമ്പോൾ 3% GST, ഹോൾമാർക്കിംഗ് ചാർജ് പ്ലസ് പണിക്കൂലി. ചില ജ്വല്ലറികൾ പണിക്കൂലി സൗജന്യം എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തുന്നുണ്ട്. ഈ പണിക്കൂലി ഉണ്ടെങ്കിൽ അത് 3 മുതൽ 35% വരെയൊക്കെയാണ് പണിക്കൂലി. അതാ നമ്മൾ വാങ്ങുന്ന സ്വർണത്തിൻ്റെ രൂപം അനുസരിച്ചിരിക്കും, ഡിസൈൻ്റെ. ഇപ്പോൾ ഈ ആൻറ്റിക് ജ്വല്ലറിയൊക്കെ ആണെങ്കിൽ, ഈ ദേവതാ സങ്കല്പമൊക്കെ ചിത്രീകരിക്കുന്ന ജ്വല്ലറിയൊക്കെയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിന് ഈ ഭീമമായ പണിക്കൂലിയും കൊടുക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ അത്രയും വലിയ പണിക്കൂലിയൊക്കെയുള്ള ഒരു സ്വർണം വാങ്ങുന്നയാൾക്ക് 1 പവൻ ആഭരണമായിട്ട് വാങ്ങുമ്പോൾ 1 ലക്ഷത്തിന് മേൽ ഉറപ്പായിട്ടും ചിലവാകും. അതായത് ആഭരണം വാങ്ങുന്നവർക്ക് ഈ അടിസ്ഥാനപരമായിട്ടുള്ള വിലകൾ നോക്കുമ്പോൾ എങ്ങനെയൊക്കെ പോയാലും 1 പവൻ്റെ ആഭരണം വാങ്ങുന്നയാൾക്ക് ഒരു 90,000 രൂപയ്ക്ക് അടുത്ത് ചിലവാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. വലിയ താമസം ഇല്ലാണ്ടത് 1 ലക്ഷത്തിലേക്ക് എത്തും. അപ്പോൾ അതിന് കാരണക്കാരൻ നേരത്തെ പറഞ്ഞ പോലെ ട്രംപാണ്. ട്രംപ് സ്വിറ്റ്സർലൻഡിന് 39% നികുതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സ്വിറ്റ്സർലൻഡാണ് ഈ ലോക മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ സ്വർണം സപ്ലൈ ചെയ്യുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ ഈ സ്വിറ്റ്സർലാൻഡ് അതിനെക്കുറിച്ച് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് വന്നിട്ട് പറയാൻ കേട്ടോ. ഈ സ്വർണത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പൊതു വിലയുണ്ടാകും. അതിപ്പോൾ അത് അവിടെയും ബാധകമായിരിക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണം അമേരിക്കയിലോട്ട് വന്നിട്ടിരുന്നത്. അത് നികുതിരഹിതമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ 39% നികുതിയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്വർണത്തിനും ബാധകമാണ്. ഈ അമേരിക്കയിൽ ഏറിയ പങ്കും ഈ സ്വർണം വരുന്നത് ആഭരണങ്ങളുടെ രൂപത്തിലല്ല, നിക്ഷേപങ്ങളുടെ രൂപത്തിലാണ്. ബാറുകളില്ലേ, സ്വർണ്ണക്കട്ടി, ആ രൂപത്തിൽ. അതിനാണ് അവിടെ സ്വർണ്ണാഭരണങ്ങളെക്കാൾ കൂടുതൽ. നമ്മുടെ ഇന്ത്യയിലാണ് ആഭരണഭ്രമം ഉള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ. പക്ഷെ അവിടെ അങ്ങനെയില്ല. അത് ഒരു നിക്ഷേപ മാർഗം എന്ന രീതിയിലാണ് സ്വർണം വാങ്ങി. ഇപ്പോൾ ഷെയറൊക്കെ വാങ്ങി സൂക്ഷിക്കുമല്ലോ എന്ന് പറയുന്ന പോലെ സ്വർണ്ണം കട്ടിയായിട്ട് വാങ്ങി സൂക്ഷിക്കുക, ബാങ്ക് ലോക്കറിലോ മറ്റൊക്കെ സൂക്ഷിച്ചാലും നേട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ അമേരിക്കയിൽ വന്നിരുന്ന സ്വിറ്റ്സർലൻഡ് ഗോൾഡ്, ഈ 1 കിലോയുടെയും 100 ഔൺസിൻ്റെയൊക്കെ ബാറുകളുണ്ട്. സ്വർണ്ണ ബിസ്ക്കറ്റ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്വർണ്ണക്കട്ടി. അതിന് 39% നികുതിയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്.
കഴിഞ്ഞ 12 മാസം സ്വിറ്റ്സർലൻഡ് അമേരിക്കയിൽ വിറ്റ സ്വർണ്ണം എന്ന് പറയുന്നത് $61.5 ബില്യൺ സ്വർണ്ണമാണ് വിറ്റത്. അപ്പോൾ ഈ 39% നികുതി കൂടി വരുമ്പോൾ അവർക്ക് 24 ബില്യൻ്റെ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ വിപണി വിലയെ ബാധിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്വർണത്തിന് വില വല്ലാണ്ട് കൂടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അത് അന്താരാഷ്ട്ര മറ്റ് വിപണികളിലും നമ്മുടെ പ്രാദേശിക വിപണികളിലും പ്രതിഫലിക്കും. രസകരമെന്ന സംഗതി, ഈ പാലിന് വില കൂടുമ്പോൾ ചായയുടെ വില കൂടുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടെ കട്ടൻ ചായയുടെ വില കൂടും. ഇപ്പോൾ ചില കടകളിൽ ചായക്ക് 12 രൂപ, പാലൊഴിച്ച ചായക്ക് 12 രൂപ, പക്ഷേ പാലില്ലാത്ത കട്ടൻ ചായക്ക് 10 രൂപ മേടിക്കും അല്ലേ? അത് അതിൻ്റെ സാമ്പത്തിക ശാസ്ത്ര അജ്ഞാതമാണ് എന്ന് പറയുന്ന പോലെയാണ് വെള്ളിയുടെയും വില കൂടുന്നുണ്ട്. അതും ഇതുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറയാം. എങ്ങനെയുണ്ട്? അതായത് സ്വർണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട്, അതായത് 6 ദിവസം കൊണ്ട് ഗ്രാമിന് 320 രൂപയുടെ വർധനമാണ് ഉണ്ടായേക്കുന്നത്. വെള്ളിക്കും 1 രൂപ 2 രൂപ വീതം ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ വെള്ളിയുടെയും വില കൂടുകയാണ്, സ്വർണത്തിൻ്റെയും വില കൂടുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഏതാണ്ട് ഇപ്പോൾ എൻ്റെ കല്യാണമൊക്കെ നടന്ന സമയത്ത് പവന് ഒരു 35,000 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കുറവാണെന്ന് തോന്നുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊരു 10 വർഷത്തിന് 11 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ സമയം കൊണ്ട് അതിൻ്റെ ഇരട്ടിയിലധികം വർധനം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ബാങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ പോലും ഇതിൻ്റെ പകുതി പോലും നമുക്ക് പലിശ ഇനത്തിൽ കിട്ടില്ല. അപ്പോൾ ഇതൊരു നിക്ഷേപ സാധ്യതയായിട്ട് കരുതുന്നവർക്ക് ധൈര്യമായിട്ട് സ്വർണം വാങ്ങാം. അതുമാത്രമല്ല, ഈ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഈ വ്യാപാര യുദ്ധത്തിൻ്റെ പേരിൽ ഈ ഡോളറാണ് എല്ലായിടം അടിസ്ഥാന ഏകകമായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ അത് പലയിടങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് കൊണ്ട് മറ്റു പല നിക്ഷേപങ്ങൾക്കും നമ്മൾ പണം മുടക്കിയാൽ അതിൽ നഷ്ടസാധ്യത കൂടുതലാണ്. കാര്യം ഡോളറിൻ്റെ വില കൂടുകയോ കുറയുകയോ എപ്പോഴും ചെയ്യാം, ട്രംപിൻ്റെ നിലപാടുകൾ അനുസരിച്ച്. അപ്പോൾ മറ്റ് നിക്ഷേപങ്ങളുടെ പുറകെ, പ്രത്യേകിച്ച് ഓഹരികൾ വാങ്ങുന്നത്, അത് ഒരു നഷ്ടസാധ്യത കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ, ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകാവുന്ന നിക്ഷേപം എന്ന നിലയിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സ്വർണം വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. ആ സ്വർണം ആഭരണങ്ങളുടെ രൂപത്തിലല്ല, ബാറുകളുടെ രൂപത്തിലോ കോയിനുകളുടെ രൂപത്തിലോ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് മറിച്ച് വിറ്റാൽ നമ്മൾ പണിക്കൂലി കൊടുത്തത് ഒരിക്കലും കിട്ടില്ല. അപ്പം നിക്ഷേപമായി വാങ്ങുന്നവർ, അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. അപ്പോൾ 2 രീതിയിൽ ചിന്തിക്കുക. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് അതെക്കൊണ്ട് അപ്രാപ്യമായ സാധ്യതയാണ്. എന്നാൽ കുറച്ച് പൈസ ഇരുന്നിട്ട് അത് എവിടെ നിക്ഷേപിക്കണമെന്ന് അല്ല, കുറച്ച് നിക്ഷേപം നടത്തുക ഒരു കുറ്റമൊന്നുമല്ല. നിക്ഷേപിക്കുക, നിയമപരമായ മാർഗ്ഗങ്ങൾ നിക്ഷേപിക്കുക, അല്ലാതെ പോകുന്നതിന് മാത്രമേ നമ്മളതിനെ വിലക്കേണ്ടതുള്ളൂ. അപ്പോൾ നിയമപരമായി അത് സ്വർണം വാങ്ങി നിക്ഷേപം എന്ന നിലയിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വാങ്ങാം. ഒരു പക്ഷേ നമ്മൾ ഭൂമി വാങ്ങി വെക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യം അതെ, ഈ സ്വർണം വില ഇനി താഴോട്ട് പോകുന്ന ലക്ഷണം ഒന്നും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ അസാധാരണമായ സംഗതികൾ എന്തെങ്കിലും ഉണ്ടാകണം, അതിനും സാധ്യതയില്ല. അപ്പോൾ സ്വർണം വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് വാങ്ങാം. പക്ഷേ ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് സ്വർണം വാങ്ങാനിരിക്കുന്നവർ ഒന്ന് കാത്തിരിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. കാര്യം ഈ ട്രംപിൻ്റെ ഈ വ്യാപാര യുദ്ധം അവസാനിക്കും എന്ന് നമ്മൾ കണക്കാക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകും, ചെറിയൊരു ആശ്വാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്വർണ്ണാഭരണം വാങ്ങിയേ തീരൂ എന്നുള്ളവർക്ക് കുറച്ച് കാത്തിരുന്നാൽ കുറച്ച് നേട്ടം ഉണ്ടായേക്കും. പക്ഷേ ഒരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം. വലിയൊരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല, ലാഭം തന്നെ ഉണ്ടാകാനാണ് സാധ്യത.